UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം വിജയകരമായിരുന്നു? എത്ര സീറ്റുകളിൽ UDFിന് വിജയിക്കാൻ കഴിയും? കോൺഗ്രസ് പ്രഖ്യാപിച്ച 20-20 എന്നത് യാഥാർത്ഥ്യമാകുമോ? തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ അവലോകനം ചെയ്യാനുമാണ് KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നത്. ആ യോഗത്തിൽ വൻ വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നു കെ മുരളീധരൻ എന്ന കോൺഗ്രസിൻ്റെ നേതാവ്. അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്നു. തുറന്നടിക്കുകയായിരുന്നു യോഗത്തിൽ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തൃശ്ശൂരിലേക്ക് എങ്ങനെയാണ് കെ മുരളീധരൻ വന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതാണ്. വടകര അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും വടകരയിൽ ഷാഫി പറമ്പലിനെ മത്സരിപ്പിക്കുകയും ചെയ്തത്. അത് എന്തിനായിരുന്നു എന്ന് ഇതുവരെയും കെ മുരളീധരന് മനസ്സിലായിട്ടില്ല. പാർട്ടി പറഞ്ഞു, അതനുസരിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ TN പ്രതാപൻ സന്തോഷവാനായിരുന്നു. TN പ്രതാപൻ സിറ്റിംഗ് MP ആണ് തൃശ്ശൂരിലെ. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് അടുത്ത നിയമസഭയിലേക്കാണ് നോട്ടം. അതുകൊണ്ട് ലോക്സഭ വേണ്ട എന്ന നിലപാട് അദ്ദേഹം എടുക്കുകയും നേരത്തെ തന്നെ KPCCക്കും അതോടൊപ്പം തന്നെ AICC നേതാക്കൾക്കും ഒക്കെ ഔദ്യോഗികമായി കത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു TN പ്രതാപൻ. പക്ഷേ സിറ്റിംഗ് MP എല്ലാവരും മത്സരിക്കണമെന്ന പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ TN പ്രതാപൻ തന്നെ മത്സരിക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ചുമരെഴുത്തുകൾ വരെ വന്നു TN പ്രതാപനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് വടകരയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി, മുന്നോട്ട് പോയി, ബോർഡ് വെച്ചു, ചുമരെഴുത്തുകൾ പൂർത്തിയാക്കി, ബൂത്ത് കമ്മിറ്റി യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കെ മുരളീധരനെ അവിടെ നിന്ന് മാറ്റുകയും തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും തൃശ്ശൂരിൽ നിന്ന് TN പ്രതാപൻ മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. വളരെ സന്തോഷത്തോടുകൂടി TN പ്രതാപൻ കെ മുരളീധരനെ സ്വീകരിക്കുകയും ചെയ്തു. അന്ന് കെ മുരളീധരനോട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ സഹോദരി പത്മജ വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ചതിക്കും എന്ന്. TN പ്രതാപൻ്റെ പേര് പറയാതെ പത്മജ അന്ന് പറഞ്ഞു, കെ മുരളീധരൻ ചതിക്കപ്പെടും, കെ മുരളീധരനെ ചതിക്കും, നേരത്തെ എന്നെയും ചതിച്ചിട്ടുണ്ട് ഈ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ, അതുപോലെ തന്നെ സംഭവിക്കും എന്ന് പത്മജ വേണുഗോപാൽ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പത്മജ വേണുഗോപാലിൻ്റെ ആ അഭിപ്രായത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ മുന്നോട്ട് പോയത്. പക്ഷേ ഇന്നത്തെ KPCC യോഗത്തിൽ TN പ്രതാപനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു കെ മുരളീധരൻ. എന്തൊക്കെയാണ് പറഞ്ഞത്? തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി, ചിലർക്ക് പണത്തോട് ആർത്തി. ഇതാണ്, ചിലർക്ക് പണത്തോട് ആർത്തി. ആർത്തി മാത്രമല്ല, പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്ന അവസ്ഥയിൽ നേതാക്കന്മാരും പ്രവർത്തകരും മാറിയിരിക്കുന്നു എന്ന് പറയുന്നു കെ മുരളീധരൻ. അന്ന് പത്മജ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കാൻ ചെയ്തത് TN പ്രതാപനോ മാത്രമല്ല, DCC അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് യോഗത്തിൽ കെ മുരളീധരൻ. എന്തൊക്കെയാണ് പറഞ്ഞത്? പണത്തോട് ആർത്തിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. നേതാക്കൾ മാത്രമല്ല, അണികളും അതേ വഴിക്ക് തന്നെയാണ്. പണം കിട്ടാതെ ആരും പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. പണമില്ലെങ്കിൽ പ്രവർത്തിക്കില്ല എന്ന ചിന്തയാണ് പ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പല കേന്ദ്രങ്ങളിലും പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. TN പ്രതാപനും DCC അധ്യക്ഷനും അടക്കം അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ വളരെ മോശമായിരുന്നു തൃശ്ശൂരിൽ എന്നർത്ഥം. തോൽക്കും എന്ന് അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തോൽക്കുമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും എല്ലാ ഇൻ്റർവ്യൂകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞാൻ ജയിക്കും, നല്ല രീതിയിൽ ജയിക്കും. പക്ഷേ പ്രവർത്തനം വളരെ മോശമായിരുന്നു. കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് TN പ്രതാപനോടൊപ്പം DCC അധ്യക്ഷനും പാരവെപ്പിൽ മുന്നിൽ തന്നെയായിരുന്നു എന്നുകൂടി പറയുന്നു. തുറന്നടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. KPCC യോഗത്തിൽ ആരൊക്കെയാണ് യോഗത്തിലിരിക്കുന്നത്? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുണ്ട്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനുണ്ട്. ഇങ്ങനെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരമൊരു വിമർശനം കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല. കേരളത്തിലെ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പണമുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, പണം കിട്ടിയാൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, പണത്തിനോട് ആർത്തിയാണ് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്ന് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് KPCC പ്രസിഡന്റായിരുന്ന ആൾ തന്നെ പറയുന്നു എന്നത് ചെറിയ കാര്യമല്ല. അത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, തൃശ്ശൂരിൽ
കെ മുരളീധരൻ തോക്കും എന്ന കാര്യത്തിൽ അത് 3-ാം സ്ഥാനത്താണോ 2-ാം സ്ഥാനത്താണോ അദ്ദേഹം എത്തുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലും അദ്ദേഹത്തിൻ്റെ രൂക്ഷ വിമർശനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് കെ മുരളീധരൻ സ്വയം 3-ാം സ്ഥാനത്ത് എത്തും എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം കൂടി ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും.